നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റബ്ബർ വിപണി ഉത്സവ ദിനങ്ങൾക്ക് മുന്നേ ഹോളിഡേ മൂഡിലാണ്. വ്യവസായികളുടെ തണുപ്പൻ മനോഭാവം മൂലം ഏതാനും ദിവസങ്ങളായി 4ാം ഗ്രേഡ് റബ്ബർ 183 രൂപയിലും 5ാം ഗ്രേഡ് 180 രൂപയിലും സ്റ്റഡിയാണ്. പല ഭാഗങ്ങളിലും ഇലപൊഴിച്ചിൽ മൂലം റബ്ബർ ഉൽപ്പാദനം കുറഞ്ഞു. ഇന്ത്യയിലേക്ക് ഭക്ഷ്യ എണ്ണ ഇറക്കുമതി കുറഞ്ഞു. നേട്ടമാക്കാൻ വെളിച്ചെണ്ണ. കുരുമുളകിന് നേട്ടം. ഭക്ഷ്യ എണ്ണ ഇറക്കുമതി നവംബറിൽ കുറഞ്ഞത് വെളിച്ചെണ്ണ നേട്ടമാക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് നാളികേര മേഖല. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള പാമോയിൽ, സൂര്യകാന്തി, സോയ എണ്ണകളുടെ വരവ് കഴിഞ്ഞ മാസം ഏകദേശം 11% കുറഞ്ഞു. ഇത് ക്രിസ്മസ് വേളയിൽ വെളിച്ചെണ്ണ വിപണി ചൂടുപിടിക്കാൻ അവസരം ഒരുക്കുമെന്ന പ്രതീക്ഷയിലാണ് ദക്ഷിണേന്ത്യൻ ഉൽപ്പാദകർ. എന്നാൽ വ്യവസായികൾ സ്റ്റോക്കുള്ള വെളിച്ചെണ്ണയ്ക്ക് മാത്രം ഉയർന്ന വില ലഭിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിനാൽ പല അവസരത്തിലും അവർ വില ഉയർത്തി കൊപ്ര സംഭരിക്കാൻ ഉത്സാഹം കാണിച്ചില്ല. വ്യവസായികളുടെ ഈ നിലപാട് നാളികേര ഉൽപ്പാദകരുടെ താൽപ്പര്യങ്ങൾക്ക് തിരിച്ചടിയാവുന്നു. ഇതിനിടയിൽ കൊപ്രയുടെ താങ്ങുവില കേന്ദ്രം വീണ്ടും ഉയർത്തിയത് നാളികേര മേഖലയുടെ വളർച്ചയ്ക്ക് വേഗം പകരാം. പുതുക്കിയ താങ്ങുവില കിൻഡലിന് 12,027 രൂപയാണ്. ഒരു വ്യാഴവട്ട കാലയളവിൽ 127% താങ്ങുവില വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.